എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വേറൊന്നുമല്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഗ്യാസൊന്നും കിട്ടാനില്ലല്ലേ. ചിലയിടങ്ങളിൽ കിട്ടുന്നുണ്ട്, ചിലയിടങ്ങളിൽ കിട്ടുന്നുമില്ല. എന്നാ വെച്ചാൽ ഇവിടെ യുദ്ധമൊക്കെ നടക്കുന്ന കാരണം ഭയങ്കര പ്രശ്നമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാസൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ പൊതുവെ എല്ലാവരും തന്നെ അടുപ്പിൻ്റെ കുറേ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ നമ്മളും ഇന്നൊരു അടുപ്പിൻ്റെ വീഡിയോ ആണ് ഇടുന്നതെന്നും പറഞ്ഞാൽ ആരും ഇപ്പോൾ പോകരുത്. നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു അടുപ്പാട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുപ്പുണ്ടാക്കാം. ഇച്ചിരി വെറൈറ്റി അടുപ്പാണ്, പിന്നെ നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ വീട്ടിൽ തന്നെ വേറെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഒരു അടുപ്പുണ്ട്, പക്ഷെ അതും ഗ്യാസ് യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് എല്ലാം ഇപ്പോൾ ഗ്യാസ് കിട്ടാനില്ലല്ലോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഓർത്തു നമുക്ക് വിറകടുപ്പ് തന്നെ ഉണ്ടാക്കാം. അത് മണ്ണ് വെച്ചല്ല, വേറൊരു ഐഡിയയിലാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ പേര് അടുപ്പിൻ്റെ വീഡിയോ കിട്ടുന്നു. വേറെ ടൈപ്പ് അടുപ്പ് മേടിക്കാൻ കിട്ടുന്നുണ്ട്, അതിനൊക്കെ നല്ല വിലയാണ്. അപ്പം അങ്ങനെ പറ്റാത്തവർക്കും പിന്നെ നല്ല പൈസ കുറച്ച് അടുപ്പ് വേണമെന്നുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മളിടുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് ഓർക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ അടുപ്പുണ്ടാക്കുന്ന വീഡിയോ കാണാം. വാ, നമ്മൾ എന്തടുപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കച്ചവടം തന്നെ വയ്ക്കാം. പറഞ്ഞു ഒരു ചെടിച്ചട്ടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ അടുപ്പ്. അതെ, നമ്മൾ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പച്ച നേരത്തെ എല്ലാം മാർക്കിയിട്ടുണ്ട്. ഇത് ഈ ഷേപ്പിൽ അല്ലേ കുഴിക്കാൻ പോണേ? ഇത് വിറക് വെക്കാനായിട്ടുള്ള ഭാഗം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്കിനി ഡ്രിൽ ചെയ്യാം അല്ലേ ചെയ്തോ. നല്ലപോലെ ആദ്യം ഇത് നമ്മളിങ്ങനെ ഫുള്ളും കുഴിച്ചെടുക്കും കാണിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. മണ്ണായതുകൊണ്ട് ഇച്ചിരി പാടാൻ തോന്നണല്ലേ വെച്ചാൽ നല്ല പാടാൻ തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ നമ്മൾ നേരത്തെ തുളച്ചിട്ട് ഇത് ഇത്രത്തോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഇവിടെ ഇടക്കുന്നൊക്കെ വന്നിട്ടുണ്ട്. അവൻ ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുന്നേ വന്നതാണ്. അതിനിടയ്ക്ക് ചോറ് കഴിക്കാൻ പോയി. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ചോറ് കഴിക്കാൻ പോയി. എന്നിട്ട് അവൻ പിന്നെ വന്നപ്പോൾ വീഡിയോ എടുത്തില്ല. ഇപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് കുഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനും വീഡിയോയിലുണ്ട്. അപ്പോൾ അച്ഛന് അടുത്തത് അതിൻ്റെ അകത്ത് റൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണം? എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെക്കും അല്ലേ? അതിൻ്റെ അകത്ത് വെക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും നമുക്കിനി അതും കൂടി ചെയ്തിട്ട് കാണാം. അതുവരെ കുഞ്ഞു ഏതാണ്ട കാണിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുമല്ലേ? അയ്യോ, ഞാൻ നിൽക്കുവാന്ന് ഓർത്ത. നമ്മൾ തുളച്ചത് ഇപ്പം ഇത്രത്തോളം തുളച്ചിട്ടുണ്ട്. ഇനി തുളക്കാനുണ്ടല്ലേ ഇനി തുളക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇനി ഇത് മൊത്തത്തിൽ തുളച്ച് പൊട്ടിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ മാറിക്കാം. ഇനി തന്നെ ചെയ്യാൻ പോകണം. ഇതൊരു ഹോളായിട്ട് വിറക് കയറ്റാനായിട്ടുള്ളൊരു ഹോള് പോലെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അതിന് നമ്മളത് ഇടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ടൊരു ആ ഒരു ഷേപ്പിന് പൊട്ടിച്ചെടുക്കും. അത് എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും തുള ഇട്ടത്. പച്ചയിനി അത് ഇടിച്ചിടിച്ചിടിച്ച് പൊട്ടിക്കുവാണ്. എന്തായാലും ഇത് എളുപ്പമാണോ റിസ്ക് പിടിച്ച പണിയാണ്. എന്തായാലും നമുക്ക് ഇതും കൂടി കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് ആ ഒരു സംഭവം അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം കേട്ടോ പച്ച ഉണ്ടാക്കുന്നത്. എനിക്കിത് എന്താണ് ചെയ്യുന്നതെന്ന് പോലും വലിയ ഒരു ഐഡിയ ഇല്ല കേട്ടോ. കുഞ്ഞുതായിട്ട് പൊക്കത്ത് വലിഞ്ഞു കയറിപ്പോണ്. അതിനോട് പറഞ്ഞ് ഇതിൻ്റെ പുക കണ്ണി അടിച്ച് ഉറങ്ങിയാലെന്ന് പറഞ്ഞാൽ ദേവൻ പൊക്കത്ത് കയറിയിരിക്കണം. എന്തായാലും ഗൈസ് അങ്ങനെയല്ല, ഞാൻ പൊക്കത്ത് കയറി. അതിനല്ല ഞാൻ പൊക്കത്ത് കയറി. ഞാൻ വെറുതെ പക്രൻ്റെ അടുത്ത് കയറിയിരിക്കണം. ഒന്നുമില്ല. അച്ഛത് വെൽഡ് ഇനി ആ കമ്പിനെ റൗണ്ട് ആക്കി വെക്കാനാണോ ഗൈസ്? ആ കമ്പി ഇങ്ങനെ റൗണ്ട് ആക്കി കുറെ വെക്കുമായിരിക്കും. ഇല്ല, അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു. പക്ഷെ ചെറുതല്ലേ? ഷോ അല്ല, വലുതാ. നിനക്ക് എന്തുവാടാ? അല്ല, പക്രു കുഞ്ഞും പക്രും ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഗൈസ്. അയ്യോ ഇന്ന് വരെ പുക ഒരു മണം. നമ്മളിപ്പോ ജസ്റ്റ് ഇത് ഓണാക്കിയിട്ട് വെൽഡിങ് മിഷൻ കുറെ നാളായിട്ട് ഓൺ ആവണില്ലായിരുന്നു ഗൈസ്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ 2-3 വട്ടം അത്ഭുതം നോക്കിയിട്ട് ഇപ്പൊ ജസ്റ്റ് ഓണായി. വൈറസ് നീയാടാ. മൈക്ക് പതറൂന്ന് പറഞ്ഞ കാരണം അവൻ അകന്ന് നിക്കാണ്. അതിങ്ങനെ ഇനി അച്ഛത് ചെറുതല്ലേ ദേ നോക്ക്. ചേട്ടൻ വരെ പറഞ്ഞല്ലെന്ന്.
അപ്പോൾ ഗൈസ് അച്ഛൻ്റെ ഒക്കത്താണെങ്കിൽ റിങ് വെച്ചിട്ടുണ്ട്. അതും ദോശയാ എന്നെടുത്ത് തിങ്ങി. ഇതേ ആ സംഭവം വേണ്ട, ഞങ്ങൾ ചെല്ലണില്ല. എടാ പതറൂടാ, നീ എല്ലായിടത്തേക്ക് വന്നെ. ഞാൻ ഇവിടെ നിൽക്കുക, നീ എൻ്റെ അടുത്തോട്ട് വരുവാ. ഇത് ആ സംഭവം ആ കമ്പി വളച്ച് ഇങ്ങനെ റൗണ്ട് ആക്കി അത് വെൽഡ് ചെയ്തെടുത്തിട്ട് ഇപ്പം അതിൻ്റെ പൊക്കത്ത് വെക്കുവാണ് അല്ലേ ഗൈസ്. കുഞ്ഞുനെ കൊണ്ടാ പേടിപ്പിച്ച അവനാണെങ്കിൽ അവന് പേടിയാ. കുഞ്ഞു ഓടിച്ചെന്ന് കേട്ടോ പിടിച്ചു കൊടുക്കാൻ. ഒരാളിങ്ങ വരെ പറഞ്ഞപ്പ ഇപ്പൊ തെറിക്കേ കുഞ്ഞു തെറിക്കും കേട്ടാ. കാലായിട്ട് വീണ് പൊള്ളുവേ, സൂക്ഷിച്ചു വെക്കണം. അയ്യോ എടി പൊള്ളുന്നൊന്നും ഇല്ലടി. ആ കുഞ്ഞു അങ്ങോട്ട് നോക്കല്ലേ, കണ്ണൊക്കെ അടിച്ചു. അടുത്ത് നമ്മുടെ പ്രിയങ്കരിയായോ രജകുരി. എന്റെ വാല ഉടുപ്പില്ലാട്ടാ. ഇവിടെ ഒന്ന് പൊളി എനിക്കും പേടിയാച്ച. എനിക്ക് പേടിയല്ലേ ഇത് പുള്ളോട്ടോടി. എന്റെ കാല് പൊള്ളി. എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ ഇത്. ആണെങ്കിൽ ഇപ്പോൾ ഗൈസ് നമ്മുടെ അടുപ്പ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ ഞാൻ പറയാം. നമ്മളത് ഇവിടെ അച്ഛൻ സ്റ്റാൻഡ് അടിച്ച പോലെ വെച്ച് കേട്ടോ, എന്നിട്ട് അത് എടുക്കാൻ പറ്റില്ല, നമുക്ക് മറന്നു പോയി ഗൈസ്. ഇത് എന്നിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ ഇവിടെ ടൈലിൻ്റെ പീസാണ് വെച്ചിരിക്കുന്നത്. ആ ടൈൽ പീസ് അല്ലേ ചാ? ടൈൽ പീസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്കി നമ്മൾ ഓർത്തില്ല, അതിൻ്റെ കാര്യം മറന്നുപോയി ഗൈസ്. എന്നിട്ട് അവസാനം ഇപ്പോൾ ഞങ്ങൾ ടൈലിൻ്റെ പീസ് എടുത്ത് വെച്ചു. അപ്പോൾ എന്തായാലും എല്ലാ സംഭവം സെറ്റായി. എന്നിട്ട് മിറ്റിലും കൂടി ഞങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി ചായ വെക്കാം. ആദ്യം തന്നെ ചായ വെച്ച് ഉദ്ഘാടനം ചെയ്യാം. എന്തായാലും ഇതുണ്ട്, മിറ്റിലുണ്ട്. ആ ഹോള് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് വിറകോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി പറ്റും. കണ്ട, ഇതാണ് നമ്മൾ ചെയ്തത്. അതേ ഒരുത്തം ഇരിക്കണം, അവൻ അന്നേരം ഏറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഗൈസ് നമ്മുടെ ഉദ്ഘാടനം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ചായയാണ് ആദ്യം വെക്കുന്നത്, കട്ടൻ ചായ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചമ്മയാണ് നമുക്ക് തീ പിടിപ്പിച്ച് തരുന്നത്. ഐശ്വര്യമായി അതേ ഒരാൾ കത്തിച്ചോ എന്നൊക്കെ ചോദിക്കണം. വെച്ചോളൂ. പട്ടി കൊരവിട പോലെ ഇതല്ല അല്ല വെക്കുവാണ്. അടിപൊളി ഇല്ല. ഗൈസ് നമ്മളാണെങ്കിൽ ഇനി തേയില ഇടാൻ പോകണം. അപ്പോൾ കുഞ്ഞു ഐശ്വര്യപൂർവ്വം ഇടാന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു ഇടട്ടെ, ഒരു സ്പൂൺ തേയില ഇടറാ. അവൻ തേയില ഇട്ടിട്ടുണ്ട്, ഇനി ഇടറോ? എത്ര ഒരു ഇച്ചിരി കൂടി ഇടാം. ഇച്ചിരി കടുപ്പും കൂടിക്കോട്ടെ. സ്ട്രോങ് ചായയാണ്. ഇനി നമുക്ക് അയ്യോ എൻ്റെ കണ്ണൊക്കെ നിറയണം. പൊങ്കാല ഇടുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇതാണ് ഗൈസ്, ചൂടടിച്ചിട്ട് കണ്ണിന് മൊത്തം. ഗൈസ് നമ്മൾ തീയൊക്കെ കത്തിച്ചു, പക്ഷേ പുക വരുന്നുണ്ട് കേട്ടോ, അത് ഇച്ചിരി പ്രശ്നമാണ്. അല്ല ഗ്യാസ് ഇല്ലെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ വേണം, അല്ല എളുപ്പമൊന്നും കത്തില്ല കേട്ടോ, ഇച്ചിരി പാടൊന്നും. ഈ മിറ്റിലുള്ള കാരണം തീ പുറത്തോട്ട് പോകില്ല എന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയാൻ പാടില്ല. ഗൈസ് നമ്മുടെ അടുപ്പ് അങ്ങനെ സക്സസ്ഫുള്ളി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമ്മുടെ ചായ നല്ല തിളച്ചിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഗ്ലാസ് ആ അത് ആദ്യം ആറ്റണ്ടേ. ഗൈസ് നമ്മുടെ ചായ അങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചസാരയൊക്കെ ഇട്ട്. നമ്മുടെ അടുപ്പ് നോക്ക്, മട്ട് കളഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്, എന്തായാലും കുടിച്ചു നോക്കാം. കുറേ പേര് പറയുമായിരിക്കും സിമ്പിളാണെന്നൊക്കെ, പക്ഷെ നമ്മുടെ കഷ്ടപ്പാട് രാവിലെ അല്ല ഉച്ചയൊക്കെ ആയി തുടങ്ങിയിട്ട് ഇപ്പം വൈകുന്നേരം എത്ര മണി 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 4 മണി കഴിഞ്ഞിട്ട് എത്ര നേരമായടാ. നമുക്ക് കുടിച്ചു നോക്കാം. പൊള്ളി മധുരം ഇട്ടിട്ട് കൊള്ളാം, സാധാരണ ചായ പോലെ തന്നെ. എന്തായാലും നല്ല കാറ്റൊക്കെ ഉണ്ട്, ഇപ്പം തന്നെ മഴ പെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ഒന്ന് പിടിച്ചാടാ, ഒന്ന് പിടിക്കോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബൈ.